അപ്പോൾ അത് ഗൈസ് ഞാൻ വന്നപ്പോഴത്തേനും ഷാക്കിറും താട്ടനും എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് അൻഷാദൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. ഗൈസ് ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുകയാണ് താട്ടയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണമെന്നുള്ളത്, പക്ഷേ അതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ ആണ്. ഞാൻ ഗൈസ് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗെയിമിനെ പറ്റി വല്ല സംശയമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ട്? ഹായ് ഫ്രണ്ട്സ്, മല്ലു ഫാമിലി സുജിൻ എന്നവരെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഒട്ടുമിക്ക ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. പുള്ളിക്കാരൻ അത്യാവശ്യം റീച്ചൊക്കെ ഉള്ളൊരു ചാനലാണ്. അപ്പോൾ നേരത്തെ ഈ പുള്ളിക്കാരൻ ഭയങ്കര ഉടായ്പായിട്ടുള്ള ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോസ് ആളാണ് ചെയ്യാറുള്ളത്. പണ്ടത്തെ വീഡിയോസുകളൊക്കെ എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഇയാൾ ഫുൾ ഉടായ്പാണ്. സുജിൻ ഫുൾ ഉടായ്പാണ്. ഞാൻ ഇയാളുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. അയാൾ ആദ്യം ഭാര്യ പിണങ്ങി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അത് വെച്ചിട്ട് കുറേ റീച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറേ ആളുകൾ അതിനെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും വേറൊരു പല ഉടായ്പകളായിട്ട് എന്താ പറയുക, റീച്ച് ഇല്ലാണ്ടാവുമ്പോൾ പല ആളുകളും പല ഉടായ്പകളായിട്ട് ഇറങ്ങല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ സുജിൻ്റെ പെങ്ങൾ കുഞ്ചൂസ് എന്ന് പറഞ്ഞ് വേറെ എന്തോ ആണ് പേര്, കുഞ്ചൂസ് എന്നാണ് വിളിക്കാറുള്ളത്, ആ പുള്ളിക്കാരി ഇറങ്ങിയിരിക്കുന്നത്. ഇതെന്തായാലും ഒരു കൈവിട്ട കളിയാണ്. ഇതെന്തായാലും നല്ല രീതിയിലേക്ക് പോകുന്ന ഒരു കളിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കുറേ യൂട്യൂബേഴ്സ് ഇവരുടെ വീഡിയോ എടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരുണ്ടല്ലോ യൂട്യൂബേഴ്സിൻ്റെ തലയിൽ വെക്കും. അവരാണ് അങ്ങനെ ഞങ്ങൾ എങ്ങനെ ആക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവർ ഭയങ്കര ഉടായ്പ ഫാമിലിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ നേരത്തെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവൻ്റെ ഭാര്യ ഡൈവോഴ്സിൻ്റെ വക്കീലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പല വീഡിയോസും റീച്ചിന് വേണ്ടി പല വീഡിയോസും ഇയാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഒരു എപ്പിസോഡ് പോലെ. അത് കാണാനായിട്ട് നമുക്ക് ഓരോ എപ്പിസോഡ് ആകുമ്പോൾ ആൾക്കാർ കാണുമല്ലോ, ഒരു പകുതിയായിട്ട് നിർത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. ആ ഒരു രീതിക്കാണ് ഇയാൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ഇതെന്തായാലും കുറച്ച് കൈവിട്ട കളിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. ഗൈസ് ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുകയാണ് താട്ടയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണമെന്നുള്ളത്, പക്ഷേ അതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ ആണ്. ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഏൺ ചെയ്യാനുള്ളൊരു വഴി താട്ടം പറഞ്ഞതുകൊണ്ട് ഈ ആദ്യത്തെ ഗിഫ്റ്റ് താട്ടയ്ക്ക് തന്നെ കൊടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാനും അമ്മയും കൂടെ പോയി മേടിച്ചൊരു മാലയാണ്. അപ്പോൾ നമുക്കിത് താട്ടയ്ക്ക് കൊടുക്കും. അപ്പോൾ ഇവള് പറയുന്നത് താട്ടയ്ക്ക് ഒരു ചെയിൻ വാങ്ങിച്ചു കൊടുക്കുന്നതാണ് പറയുന്നത്. താട്ട എന്ന് പറയുന്നത് സുജിനെയാണ് കേട്ടോ പറയുന്നത്. അതായത് ഓരോരുത്തരുടെ താട്ട എന്താണോ ചേട്ടനാണ് താട്ടയാണ് എന്താ അറിയില്ല. അപ്പോൾ ഈ ഒരു ചെയിനാണ് പുള്ളിക്കാരി വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു ചെയിൻ ആണെങ്കിൽ സുജിൻ 2023 കഴുത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ചെയിൻ തന്നെയാണ് ഇപ്പോൾ ഇത്രയും നാൾ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ടൈറ്റ് ആയിരുന്നു. വലിയ യൂട്യൂബേഴ്സൊക്കെയാണ്, ലക്ഷങ്ങൾ സബ്സ്ക്രൈബേഴ്സും ലക്ഷങ്ങൾ വ്യൂസും ഒക്കെ ഉള്ള വലിയൊരു യൂട്യൂബറാണ്. ആ ഒരു യൂട്യൂബറാണ് ഇപ്പോഴാണ് താട്ടയ്ക്ക് ഈ ഒരു മാല കൊടുക്കുന്നത്. പക്ഷേ 2023 സുജിൻ ആ ഒരു മാല കഴുത്തിലിട്ടതായിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാമിലുള്ളൊരു ഇതിലുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ കഴുത്തിലിട്ടിട്ടുണ്ട്. എന്തായാലും താട്ടയ്ക്ക് ഇപ്പോഴാണ് അത് കൊടുക്കുന്നത് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഒന്ന് കണ്ടു നോക്കൂ. ഷാക്കിറും താട്ടനും എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് അൻഷാദൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. ഇവർക്ക് ഇപ്പോൾ തന്നെയാണ് പണി, വേറൊരു പണിയില്ല. അപ്പോൾ ഞാൻ താട്ടയ്ക്ക് നിന്നിട്ട് താട്ട നിൽക്കടി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് താട്ടൻ എന്നെ വല്ലാണ്ട് അപമാനിച്ചു ഗേസ്. പിന്നെ ഞാൻ ഓർത്ത് അവന് വേണ്ടിയിട്ട് അല്ലേന്ന് വെച്ച് കൊടുത്തു. അവൻ അവിടെ കാശ് ഉണ്ടാക്കിയ കഥ പറയായിരുന്നു എൻ്റെ അടുത്ത്. അവനത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം അവൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് അവന് കൊടുക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഞാൻ എങ്ങനെയാണ് താട്ടയ്ക്ക് വാങ്ങിയത് നമുക്കൊന്ന് കണ്ടാലോ. ബിഗ് സ്മാളിന് 2 ഓപ്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് സ്മാൾ കൊടുത്തിട്ട് 2000 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താ ലൈവായിട്ട് നമുക്ക് ഇവിടെ ടൈം പോകുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് എത്ര രൂപ കിട്ടും അല്ലെങ്കിൽ എന്താവും നോക്കാം. നമ്മുടെ 19,000 രൂപയാണ് ഞാൻ കളിച്ചിട്ട് നേടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതൊരു ഗെയിമാണ്, സ്വന്തം റിസ്ക്കിൽ തന്നെ കളിക്കുക, ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതൊരു പ്രഡിക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ അതാ എനിക്ക് വന്നിട്ടുള്ളത് സ്മാളാണ്. അപ്പോൾ എനിക്കത് അവിടെ 3920 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈലിൽ ബയോയിൽ ഞാൻ ടെലിഗ്രാമിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരി എന്തോ ഗെയിം കളിച്ചിട്ട് എന്തോ നേടിയിട്ടുണ്ട്. അതെന്ന് ആണ് താട്ടയ്ക്ക് ഒരു സമ്മാനം വാങ്ങിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. നിങ്ങളും അപ്പോൾ കളിക്കണം, സ്വന്തം റിസ്കിൽ കളിക്കണം. പൈസ പോണ കേസാണ് കേട്ടോ. അപ്പോൾ സ്വന്തം റിസ്കിൽ കളിക്കണം എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ പറയുന്നത് വെറും ഉടായ്പാണ്. ഇവരുടെയൊക്കെ വർത്താനം കേട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പൈസയും പോവും, നമ്മുടെ എല്ലാം പോവും. അല്ലാതെ ഇവർ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ അതിലൊന്നും എടുത്ത് ചാടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ വെറും ഉടായ്പ ഫാമിലിയാണെന്നുള്ളത് ഇവരെ നേരത്തെ തന്നെ ഇവർ തെളിയിച്ച കാര്യമാണ്. അപ്പോൾ ഇവരുടെ വർത്താനം കേട്ടിട്ട് ഒന്നും കളിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കേട്ടോ. അപ്പോൾ ബാക്കി കുറച്ച് ഭാഗങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഗൈസ് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗെയിമിനെ പറ്റി വല്ല സംശയമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് മെൻഷൻ അടിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാനൊരു ഫോട്ടോ ഇട്ടിട്ട് അതിൽ ഞാൻ എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് മെൻഷൻ അടിക്കുക. അതിൽ ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ വന്നിട്ട് സ്റ്റോറിയിൽ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ചോദിക്കേണ്ടത് വെച്ചാൽ ചോദിക്കുക, അതിനുള്ള മറുപടി ഞാൻ ഇവിടെ പറയാം. ഓക്കെ, ഇതിൽ പുതുതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയാണ് മേലേക്കുള്ള വോയിസ് മേലേക്കുള്ള വീഡിയോകൾ എല്ലാം കണ്ട് നോക്കി നോക്കട്ടോ. ഇപ്പോഴും കുറേ പേര് എനിക്ക് മെസ്സേജ് ചോദിക്കേണ്ട ഏട്ടാ എന്താണ് യൂട്ടിആർ എന്താണ് ഫോൺ പേ റീചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ അടി കാണിക്കുന്ന ആ ഒരു നമ്പറാണ് യൂട്ടിആർ നമ്പർ. ഞാൻ അതിനെപ്പറ്റി കറക്റ്റ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒന്ന് മേലേക്കുള്ള വോയിസുകളും മേലേക്കുള്ള വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, കളിക്കുന്ന ആൾക്കാർ ഇപ്പോഴും കയറി നോക്കി നോക്കട്ടോ. കാരണം ബിഗ് കണ്ടമാനം അടുപ്പിച്ച് വരുന്നുണ്ട്. മറച്ച് വെക്കാൻ പൈസ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ സൂപ്പറായിട്ട് കളിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല ഫണ്ട് ഉണ്ടാക്കാൻ പറ്റും. സൂക്ഷിച്ച് കളിക്കുക. 3 ബിഗ് അടുപ്പിച്ച് വന്നിട്ടുണ്ട്.
ഗൈസ് എല്ലാവരും സോറി പറയാൻ ആദ്യം വേറൊന്നുമല്ല. ഞാൻ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എൻ്റെ സെക്കൻഡ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോളിംഗ് ഇട്ടിട്ട് അതിൽ ഞാൻ പറയാൻ പാടുണ്ടായിരുന്നു. അതിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചത് പൈസ എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാനാണ്. ആ പൈസ എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള വീഡിയോ പോലെ കുഞ്ചു തൊട്ടുമാരി ഇട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടോ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുക UTR എന്നുള്ള സംഗതി അങ്ങനെയാണ് അതിൽ ചെയ്യുന്നത്. വിഡ്രോ ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് അതിൽ കൂടുതൽ ആൾക്കാർ ചോദിച്ചാൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. ഞാൻ ഫുള്ളായിട്ട് ചോദ്യം വായിച്ചോളാം. കാരണം അതിന് മുന്നേ 24 കുറച്ച് തിരക്കായതുകൊണ്ട് അത് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ ചോദ്യങ്ങൾ പോയി ഗൈസ്. അതിന് ഞാൻ സോറി പറഞ്ഞാണ്. പൈസ ഞാൻ വിഡ്രോ ചെയ്യുന്ന വീഡിയോ ഞാൻ ഒന്നുകൂടി പോസ്റ്റ് ആക്കാം. ഓക്കെ, ഇങ്ങനെയാണ് പൈസ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതും പൈസ വിഡ്രോ ചെയ്യേണ്ടതും കേട്ടോ. എല്ലാവരും നോക്കി കളിക്കുക, സൂക്ഷിച്ച് കളിക്കുക. ഓക്കെ, ഓൺ റിസ്കിൽ. പിന്നെ അതിൽ കുറേ ഒരു കമൻറ്റ് വന്നതാണ്, മറ്റേ അത് രജിസ്റ്റർ ആവണില്ല എന്ന് ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് ഉണ്ടാകും. അതായത് അതിൽ ചോദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ എനിക്ക് പറയുന്നത് അറിയോ, ഒരു വട്ടം മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ പാസ്വേഡ് കൊടുത്തിട്ട് രജിസ്റ്റർ എന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എറർ എന്ന് എഴുതി കാട്ടിയല്ലേ, രണ്ടാം തവണ നിങ്ങൾ അത് അതേ നമ്പറും അതേ പാസ്വേഡും വെച്ചാൽ ലോഗിൻ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ലോഗിൻ ആയിക്കോളും. അത് ചിലവർക്ക് അങ്ങനെ എറർ പ്രശ്നം വരുന്നുണ്ട്. വേറെ കുഴപ്പമില്ല. ഒരു വട്ടേണ് ഒരു നമ്പറിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ, രണ്ടാമത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വേറെ നമ്പർ നോക്കേണ്ടി വരും. ഓക്കെ, അത് പിന്നെ ലോഗിൻ കൊടുത്താൽ മതി. പാസ്വേഡ് പിന്നെ മറക്കരുത്. പാസ്വേഡ് മറന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പൈസ കിട്ടില്ല. അതിൽ കളിച്ചെടുത്ത പൈസ ഉണ്ടെങ്കിൽ കിട്ടില്ല. അതൊന്ന് സൂക്ഷിച്ച് കളിക്കുക ഗൈസ്. ഇങ്ങനെയാണ് പൈസ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതും പൈസ വിഡ്രോ ചെയ്യേണ്ടതും കേട്ടോ. എല്ലാവരും നോക്കി കളിക്കുക, സൂക്ഷിച്ച് കളിക്കുക. ഓക്കെ, ഓൺ റിസ്കിൽ. ഇപ്പോൾ ഇവരൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇവരൊരു ഗെയിമിൻ്റെ ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവരിത് ചെയ്യുന്നത് ഏറ്റവും വലിയൊരു ഇല്ലീഗലാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഇവരിത് ചെയ്തിട്ട് ആരെങ്കിലും കയ്യിൽ നിന്ന് ലക്ഷങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി ഇവരായിരിക്കും. എന്താ ചോദിച്ചാൽ ഇവർ അതിന് വെച്ചിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ആ പ്രൊമോഷൻ ഇവർക്ക് തന്നെ അത് എതിരായിട്ട് മാറും. അപ്പോൾ ഇതിൽ ശരിയാണ്, ഈ പുള്ളിക്കാരൻ ആ സ്ക്രീൻഷോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. 2500 3000 കിട്ടിയതായിട്ട് ഈ ഗെയിം കളിച്ചിട്ട് കിട്ടിയതായിട്ട് സ്ക്രീൻഷോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് എന്തായാലും ഇല്ലീഗലായിട്ടുള്ള ഒരു കളിയാണെങ്കിൽ ഇത് എന്തായാലും പ്രൊമോഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയുക, സുജിൻ ഇത് കൈവിട്ട കളി തന്നെയാണ്. അപ്പോൾ സുജിൻ ഇത്രയും തരം താഴരുത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. സുജിൻ ഭയങ്കരമായിട്ട് തരം താഴ്ന്നിരിക്കുന്നു. ഈ ഗെയിമൊക്കെ വെച്ചിട്ട് പ്രൊമോഷൻ ചെയ്യുക പറഞ്ഞ് എന്താ പറയുക, കുട്ടികളടക്കം കാണുന്നൊരു വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് അവരുടെ അക്കൗണ്ടിൽ നിന്നൊക്കെ എന്താ ചോദിച്ചാൽ അച്ഛൻ്റെ അമ്മൻ്റെ അക്കൗണ്ടിൽ നിന്നൊക്കെ ആയിരിക്കും പണം അവർ പിൻവലിക്കുന്നത്. ഒരുപാട് എമൗണ്ടാണ് അവർ ഗെയിമിൽ തോറ്റു കഴിഞ്ഞാലൊക്കെ ചോദിക്കുന്നത്. ഈ ഗെയിമൊക്കെ വെച്ചിട്ട് ഇവർ പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഇത്രയ്ക്കും ദാരിദ്ര്യമാണോ എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. ഇവരെന്തിനാണ് ഇങ്ങനെ തരം താഴ്ന്നത്? അല്ലെങ്കിൽ വേറെ വീഡിയോസുകളൊക്കെ ചെയ്ത് ഇവർ തരം താഴ്ന്ന് പോയിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഗെയിമിൻ്റെ പ്രൊമോഷൻ കൂടെ വെച്ചിട്ട് ഇങ്ങനെ ഇത്രയും തരം താഴണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ മാല 2023 ഉപയോഗിച്ച മാല ഇപ്പോഴും ഗിഫ്റ്റ്, ഈ ഒരു ഗെയിം കളിച്ചിട്ട് എനിക്ക് കിട്ടി ആ പൈസയിൽ നിന്ന് ഞാൻ ഈ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു വ്യാജേന ഒരു പ്രൊമോഷൻ. അപ്പോൾ എന്തിനാണ് ഈ ഒരു ഗെയിം വെച്ചിട്ട് പ്രൊമോഷൻ ഉണ്ടാക്കിയിട്ട് വേണം സുജിനെ നിനക്ക് ജീവിക്കാൻ? അല്ലാതെ തന്നെ നല്ല നല്ല വീഡിയോസും വ്ളോഗ്സും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നിനക്ക് റീച്ചും കാര്യങ്ങളും വ്യൂസൊക്കെ ഉള്ളതാണ്. എന്തിനാണ് പിന്നെ ഇത്രയും തരം താഴ്ന്നത് എന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ നിന്നോട് ചോദിക്കുന്നത്. അപ്പോൾ അവരാണെങ്കിൽ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി കുറേ പൈസ കൊടുത്തിട്ടുണ്ടാകും. അതിൻ്റെ പുറത്തുള്ള ലക്ഷങ്ങൾ എന്തായാലും കിട്ടിയിട്ടുണ്ടാകും. അതിൻ്റെ പുറത്തിലാണ് സുജിൻ ഇങ്ങനെയൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ട് ഇങ്ങനൊരു വ്യാജ ഇതായിട്ട് വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊരു ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് സുജിന് എന്തായാലും ലക്ഷങ്ങൾ കിട്ടും. പക്ഷേ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലും മറ്റുള്ളവർക്ക് എന്താ പറയുക പണം നഷ്ടമോ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഈ ഒരു ഇത് കണ്ടിട്ടാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ സുജിനായിരിക്കും ഇതിൽ കുടുങ്ങാൻ പോകുന്നത്. അപ്പോൾ സുജിൻ പറയുമായിരിക്കും ഞാനെല്ലാം കൊടുക്കുന്നത്, അതിൽ എന്തിനാണ് നിങ്ങൾ വറീഡാവുന്നത്? എങ്കിലും സുജിൻ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെ കുറച്ച് കൈവിട്ട കളിയാണ്. ഇതെന്താ പറയുക, പബ്ലിക്കിന് നല്ലൊരു മെസ്സേജ് അല്ല ഈ ഒരു ഇതുകൊണ്ട് കൊടുക്കുന്നത്. എന്താ പറയുക, ഗെയിം കളിക്കാത്തവരെ പോലും പൈസ ഇങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞ് പ്രോത്സാഹനം കൊടുത്തിട്ട് കളിക്കാത്തവർ പോലും കളിച്ച് എന്താ പറയുക, നമ്മുടെ കയ്യിലുള്ള ആദ്യം നമുക്ക് പൈസ കിട്ടുമ്പോൾ പിന്നെയും ഹരം തോന്നും, പിന്നെയും നമ്മൾ കളിക്കും. അങ്ങനെ നമ്മുടെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ സുജിൻ ഇങ്ങനെയുള്ളൊരു മെസ്സേജ് പബ്ലിക്കിൽ കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ സുജിൻ അല്ലെങ്കിൽ ഉടായ്പാണ്, ഇനിയൊരു ഉടായ്പുമായിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. സുജിൻ ഇത്രയും തരം താഴരുത്, ഇത് ഒരുപാട് തരം താഴ്ന്നു പോയി. ഇത്രയ്ക്കും മനുഷ്യർ അതപ്പതിക്കരുത്. ഈ ഒരു ഗെയിമിൻ്റെ പേര് പറഞ്ഞിട്ട് ഇത്രയും മനുഷ്യർ അതപ്പതിക്കരുത്. ഈ ഒരു പ്രൊമോഷൻ വീഡിയോ വന്നത് എന്തായാലും നിനക്ക് തന്നെ തലവേദനയായിട്ട് മാറും ലാസ്റ്റ്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.